ഇവിടെ തൃശ്ശൂർ പൂങ്കുന്നത്ത് കുട്ടംകുളങ്ങര പുലികളി സംഘത്തിന്റെ അടുത്ത് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് മന്ത്രി ഇതാ ഇവിടെ ആശാനായിക്കൊണ്ടിരിക്കുകയാണ്. മെയ്യെഴുത്തിന്റെ ആശാനായി മന്ത്രി കെ രാജൻ മാറുന്ന ഒരു കാഴ്ചയാണ് ഞാനിവിടെ കാണുന്നത്. മിനിസ്റ്ററെ, ഇത് എന്താണിത്? ഇന്ന് എല്ലാവരും പുലികളാ. ഒന്നുകിൽ വര, അല്ലെങ്കിൽ കൊട്ട്, അല്ലെങ്കിൽ പുലി. ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറാപ്പെങ്കിലും വിളിക്കാത്ത ഒരാളിന്ന് തൃശ്ശൂർ ഉണ്ടാവരുത്. 4 മണി കഴിഞ്ഞ് ഇതാണ് ആവേശം. ആറാപ്പ് വിളിക്കാത്ത ആരുമില്ല. ഏറ്റവും ശക്തമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മീഷണറാ. അതുകൊണ്ട് പിന്നെ പുലികൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. രാവിലെ പുലിമടയിലാന്ന് പറഞ്ഞിട്ട് AK ശശീന്ദ്രൻ വിളിച്ചെന്നെ വനമന്ത്രി 2 RRT വിടട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നമില്ല, കാരണം പുലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരുക്കത്തിന് വേണ്ടി എത്ര കൊല്ലമായി കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി 10 മണിക്ക് ഇതിന്റെ സംഘാടകർ പോയാൽ രാത്രി 10 മണിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങല്ലോ ചെയ്യുക. അടുത്ത തവണ പുലിക്ക് പടയ്ക്കാൻ എന്ത് വേണമെന്ന് ആലോചിക്കുക ചെയ്യുക. അതുകൊണ്ട് ഇത്തവണത്തെ പുലിക്കളി പൊലിക്കും എന്ന് മാത്രമല്ല, ഈ മേയർ നേതൃത്വം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പുലിക്കളി കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ ഇന്ത്യയിൽ ഒരു ജില്ലയ്ക്കും പറ്റാത്ത പോലെ, ഒരു നഗരത്തിനും പറ്റാത്ത പോലെ നഗരം ക്ലീൻ ആയിരിക്കും. രാവിലെ പൂരം കഴിഞ്ഞാലും പുലിക്കളി കഴിഞ്ഞാലും ഞങ്ങളൊന്നും ബാക്കി വയ്ക്കില്ല. അതിൻ്റെ സാംസ്കാരിക പൈതൃകമല്ലാതെ മറ്റൊന്നും ബാക്കി വയ്ക്കില്ല, ഒരവശിഷ്ടവും ബാക്കി വയ്ക്കില്ല. അതാണ് ഈ തൃശ്ശൂരിൻ്റെ പ്രത്യേകത. ആഘോഷം ആടിത്തിമർക്കാനും അറിയാം, വൃത്തിയായി അത് സൂക്ഷിക്കാനും അറിയാം. അതാണ് തൃശ്ശൂരിൻ്റെ പ്രത്യേകത. 4-ാം ഓണം നല്ല ഓണം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇത് എന്തായാലും 2ാമത് പുലിക്കളിയായി. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് സുരക്ഷാ ചുമതലയോടൊപ്പം തന്നെ ഒരു ആരാധകൻ എന്ന രീതിയിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ആഘോഷിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ സേഫായിട്ട്, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ സുഖമായിട്ട് ഒരു പുലിക്കളി ഇപ്രാവശ്യം ഉണ്ടാവും. ജില്ലാ കളക്ടർ കൂടെയുണ്ട്. ജില്ലാ കളക്ടറുടെ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചേക്കാം. സാർ, എങ്ങനെയുണ്ട്? എനിക്ക് പറഞ്ഞ പോലെ 2ാമത്തെ പുലിക്കളിയാണ്. ഇപ്പം എല്ലാവരുടെ കൂടെ ഒത്തൊരുമിച്ച് തന്നെ ആഘോഷത്തിന്റെ കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. പറഞ്ഞ പോലെ എല്ലാ അറേഞ്ച്മെന്റ്സും ഓക്കെയാണ്. കാണുന്നവർക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിക്കാണ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എല്ലാവരുടെ കൂടെ ചേർന്നിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ പുലികൾക്കിടയിൽ ഒരു പറ്റൊരു പുലിയാവാണ്. അതെ, എല്ലാവരുടെ കൂടെ ആർപ്പ് വിളിക്കാൻ പഠിച്ചോ? പുലിയെ വരയ്ക്കാൻ പഠിച്ചോ? എല്ലാം പഠിച്ചു. കൊട്ടാരം പഠിച്ചു. അപ്പൊ നീ അടുത്ത തവണ മുതൽ ഇറങ്ങാൻ വേണമെങ്കിൽ അത് നോക്കാതെ. ശരി, കളക്ടറോട് ഒരു ആറാപ്പ് വിളിപ്പിക്കും. സാറ് വിളിക്കാം. നമുക്ക് താങ്ക് യു. യെസ്, ഇതാണ് ആവേശം. തൃശ്ശൂരിന്റെ ആവേശമാണ്. ഈ ആവേശം ഒട്ടും ചോരുന്നില്ല.